നമ്മുടെ ആരോഗ്യരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ജീവൻ്റെ തന്നെ ഏറ്റവും കുഞ്ഞൻ കണികകളായിട്ടുള്ള വൈറസുകൾ ഉയർത്തുന്ന ഭീഷണി വളരെ വലുതാണ്. ഇതിപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു, മനുഷ്യൻ്റെ ജീവനും നിലനിൽപ്പിനും സമ്പദ്ഘടനയെ ആകെ തകിടം മറിക്കാൻ ഈ കുഞ്ഞൻ കണികമെന്ന് നമ്മൾ മനസ്സിലായി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കോവിഡിന് മുന്നേ തന്നെ നമ്മൾ മലയാളികളുടെ മുന്നിൽ നിപ്പ നമ്മളെ ഭയങ്കരമായി ഭയപ്പെടുത്തിയിരുന്നു. അതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ H1N1, ഡെങ്കി തുടങ്ങിയ വൈറസുകളുടെ ഭീഷണി നമുക്ക് നിലവിലുണ്ട്. അതിനോടൊപ്പമാണ് പുതിയ വൈറസുകളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം HMPV വൈറസിനെ കുറിച്ച് നമ്മൾ വല്ലാതെ ഭയന്നിരുന്നു. പിന്നീട് അതിനൊരു ആശ്വാസം നമുക്കുണ്ടായി. ഡോക്ടർ രാമൻകുട്ടി, താങ്കളോടാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അതോടൊപ്പം കേരളത്തിൻ്റെ ഏറ്റവും വിദഗ്ധനായ എപ്പിഡമിയോളജിസ്റ്റ് എന്ന നിലയിലും ഡോക്ടർ, ഇപ്പോൾ ലോകമാകമാനം ഉണ്ടാകുന്ന ഈ എമേർജിംഗ് വൈറസുകളുടെ ഭീഷണി എത്രത്തോളമാണ്? അതിനെ നമ്മൾ സാധാരണ മനുഷ്യർ ഏത് തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ, പുതിയ വൈറസുകൾ മാത്രമല്ല, കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന വൈറസുകൾ അവയുടെ സ്വഭാവം മാറി, പ്രഹരശേഷി മാറി തിരിച്ചെത്തുന്നു. ഓരോ കാലയളവിലും ഓരോ സീസണിലും അവ നമ്മളെ ആക്രമിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ തുടച്ചു മാറ്റിയെന്ന് വിശ്വസിച്ചിരുന്ന ഹെപ്പറ്റൈറ്റിസ് A പോലെയുള്ള വൈറസുകൾ വ്യാപകമായി ബാധിക്കുന്നുമുണ്ട്. അതിനൊക്കെ പുറമെയാണ് ഭൂഖണ്ഡങ്ങൾ കടന്ന് പുതിയ വൈറസുകൾ നമ്മുടെ നാട്ടിൽ ചേക്കേറുന്നത്. അപ്പോൾ വൈറസ് അല്ലെങ്കിൽ വൈറസ് രോഗങ്ങൾക്ക് ചേക്കേറാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട ഒരു ഇടമാണോ കേരളം? ഈ പറഞ്ഞത് കുറേയൊക്കെ ശരിയാണ്. കാരണം നമുക്ക് അപ്രതീക്ഷിതമായ പല വൈറൽ രോഗങ്ങളും വരുന്നുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞാൽ, പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർമാരോടോ ശാസ്ത്രജ്ഞന്മാരോടോ സംസാരിച്ചാൽ അവരെ സംബന്ധിച്ചോളം ഇതൊരു അപ്രതീക്ഷിത കാര്യമല്ല. ഈ കോവിഡിന് മുമ്പേ തന്നെ ഒരു 10 കൊല്ലമെങ്കിലും മുമ്പേ ഒരു വലിയ പാൻഡമിക് വരുന്നുണ്ട് എന്ന് പലരും, അത് എപ്പോൾ എവിടെ പുറപ്പെടുന്ന ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ അതിന് സാധ്യത ഉണ്ടെന്ന് പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് വന്നത് ഈ രീതിയിലായിപ്പോയി എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ ഇപ്പോൾ പല വൈറസുകളും പുതിയത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും പുതിയതാണോ എന്ന് ശരിക്കും നമുക്ക് അന്വേഷിച്ചാലേ അറിയുള്ളൂ. കാരണം അത് പലപ്പോഴും വേറെ പല ജീവികളിലും റെസിഡൻ്റ് ആയിട്ടിരിക്കുന്ന, അവർക്ക് ശല്യം ഉണ്ടാക്കാതെ ഇരിക്കുന്ന വൈറസുകൾ ചില പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യനിൽ രോഗമുണ്ടാക്കുന്നവയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ ഏകദേശം അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് മുമ്പുണ്ടായ ഏറ്റവും വലിയ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ HIV ആണ്. അതൊരു സിമിയൻ വൈറസിൻ്റെ മ്യൂട്ടേഷനാണ്. അപ്പോൾ അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് എങ്ങനെ ഈ ആധുനിക യുഗത്തിൽ പല സാഹചര്യത്തിലും ഇതുപോലെയുള്ള ഇൻ്ററാക്ഷൻസിൻ്റെ ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. ഇതൊന്നും ഒരു ഹൈപ്പോത്തസിസുകളാണ്, ശരിയായിട്ട് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നൊരു കാര്യമുള്ളത്, നേരത്തെ ഉള്ള നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ ബാക്കിയുള്ളത് കുറഞ്ഞു വരുന്നതുകൊണ്ട് ഇതിൽ ഫോക്കസ് കൂടുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായിട്ടും ഈ വൈറസ് എന്ന് പറയുന്ന അതിൻ്റെ നമുക്കറിയാം, അതിൻ്റെ ഇപ്പം എന്നെക്കാളും കൂടുതൽ അറിവുള്ളവരാണ് ഇരിക്കുന്നത്. അതിൻ്റെ DNA അല്ലെങ്കിൽ RNA വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ആദ്യമായിട്ട് ഭൂമിയിലുണ്ടായ ജീവകണം വൈറസ് ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അവസാനമായിട്ട് ഇവിടുന്ന് ഇല്ലാതാവുന്നതും അതുതന്നെയായിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു സാഹചര്യം, അതൊരു ലക്ഷ്യമായിട്ട് എടുക്കുന്നത് അത്ര നല്ലൊരു സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ കണ്ടെയ്ൻ ചെയ്യുക അല്ലെങ്കിൽ അത് രോഗം ഉണ്ടാക്കാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇത് ട്രോപ്പിക്കൽ റീജിയനാണ്. നമ്മളത് ഇവിടെ തന്നെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ലെങ്കിലും സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ട്രോപ്പിക്കൽ റീജിയനാണ്. ഏറ്റവും അധികം ഹ്യൂമിഡായിട്ടുള്ള, ഏറ്റവും അധികം ടെമ്പറേച്ചറുള്ള ഒരു സ്ഥലമാണ്. എല്ലാ തരം ജീവികൾക്കും വളരാൻ വളരെ നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് വൈറസിനും അത് ബാധകമാണ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്ന ആൻസർ. ഇതിനൊന്നും ഒരു ഫൈനൽ ആൻസറായിട്ട് ഞാൻ പറയുകയല്ല. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് എൻ്റെ മറുപടി എന്ന് വിചാരിച്ചാൽ മതി. ഡോക്ടർ അരവിന്ദ്, ഇപ്പോൾ നമ്മളിലൊരു 2 പതിറ്റാണ്ടായി പലതരം വൈറസുകളുടെ ഭീഷണിയിലൂടെ കടന്നുപോയി. ചിക്കൻ ഗുനിയ വന്നു, H1N1, ഡെങ്കി വളരെ മാരകമായി തന്നെ നമ്മളെ ബാധിച്ചിരുന്നു. അതിനുശേഷം നിപ്പ ആണ് ഏറ്റവും ഭീതിപ്പെടുത്തിയത്.
എംപോക്സ് ഉണ്ട്, കോവിഡ് ഉണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇത്തരം വൈറസ് കാലങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃനിരയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ നിർണ്ണയിക്കുന്നതിൽ മുൻനിരയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ഈ വൈറസ് കാലങ്ങളെയൊക്കെ എത്തരത്തിലാണ് നമ്മുടെ കേരളം കടന്നു വന്നത്? ഡോക്ടറുടെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് അതൊന്ന് വിശദമാക്കാമോ? First, I would like to thank Madhurഭൂമി for this opportunity. സാറ് പറഞ്ഞതിന് അനുബന്ധമായിട്ട് കേരളത്തിൻ്റെ ഈ ഹെൽത്ത് റെസ്പോൺസ് ടു ദ എമർജിങ് വൈറസസ് അത് ഞാൻ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഞാൻ 2011 തൊട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെയൊക്കെ മെമ്പറാണ്. അതിൽ നിപ്പ ഒരു നമ്മുടെ അപ്രോച്ചിനെ ടോട്ടലി മാറ്റിയ ഒരു ഇൻഫെക്ഷനാണ്. അതിൻ്റെ റീസൺ അതുവരെ നമ്മൾ നാഷണൽ ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസോ ഒക്കെ ഫോളോ ചെയ്താണ് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിപ്പ വന്നപ്പോൾ പെട്ടെന്നാണ് 2018 നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. അതിന് മുമ്പ് നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് മലേഷ്യയിൽ 98, 99 ടൈമിൽ, അത് കഴിഞ്ഞ് ബംഗ്ലാദേശിലും വെസ്റ്റ് ബംഗാളിലെ നാദിയ സിലിഗുരിയിലൊക്കെ ആയിരുന്നു. നമ്മൾ നോക്കിയപ്പോഴൊരു നാഷണൽ ഗൈഡ് ലൈൻ ഇല്ല, ഇതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത്തെ പാനിക്കെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്, കാലിക്കറ്റിലുണ്ടായത്, മലപ്പുറത്തൊക്കെ. ഈ കേരളം ഒരു വൾണറബിൾ സോണാണ്. ഇപ്പം WHO എല്ലാ വർഷവും ഒരു ബ്ലൂ പ്രിൻ്റ് ഓഫ് എമർജിങ് ഇൻഫെക്ഷൻസ് പുറത്തിറക്കാറുണ്ട്. ആ ബ്ലൂ പ്രിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഡിസീസ് എക്സ് എന്ന് പറഞ്ഞു. ഇപ്പം 2019 ഡിസംബർ നവംബർ സമയത്ത് വുഹാനിലുണ്ടായിരുന്ന ഒരു ന്യൂമോണിയ ക്ലസ്റ്ററിന് അന്നൊരു പേരില്ലായിരുന്നു. ഒരു ജാനുവരി 6, 2020 ആയപ്പോഴാണ് അത് ജനിതക ശ്രേണീകരണത്തിലൂടെ അത് നോവൽ കൊറോണ വൈറസ്, പിൽക്കാലത്ത് നമ്മൾ SARS-CoV-2 എന്നറിയപ്പെടുന്ന വൈറസായി മാറുന്നത്. അപ്പോൾ അതുവരെ അതിനെ ഡിസീസ് എക്സ് എന്നാണ് പറയുന്നത്. ഡിസീസ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോഴ് അനിമൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാക്ടീരിയ ആയിരിക്കാം. അത് ഒരു കറക്റ്റ് ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ വരുമ്പം ഹ്യൂമൻസിലോട്ട് സ്പിൽ ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കഴിഞ്ഞ ഒരു 30 വർഷത്തിൽ ഈ എമർജിങ് ഇൻഫെക്ഷൻസ് വൈറസോ ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. ആ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ തന്നെ പ്രത്യേകത അതിൻ്റെ ഒരു 60 to 75% സൂണോട്ടിക്കാണ്. സൂണോട്ടിക് എന്ന് പറഞ്ഞാൽ ജന്തുജന്യ രോഗങ്ങളാണ്. അപ്പോൾ അത് മാമൽസിലായിരിക്കാം, അല്ലെങ്കിൽ ബേർഡ്സിൽ നിന്ന് സ്പിൽ ഓവർ ചെയ്ത് ഹ്യൂമൻസിലോട്ട് വരുന്ന വൈറസസോ അല്ലെങ്കിൽ ബാക്ടീരിയ ആണ്. അപ്പോൾ ഇതിൽ ഒരു 2/3 വൈൽഡ് ലൈഫായിട്ടും ബന്ധമുണ്ട്. അപ്പം ഈ പാൻഡമിക്സ് എല്ലാം തന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതും ഈ സ്പിൽ ഓവേഴ്സ് കാരണമാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നെക്സ്റ്റ് പാൻഡമിക് ഈസ് കമ്മിങ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ആഗോള ഹെൽത്ത് വ്യവസ്ഥ സജ്ജമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലായിരുന്നു എന്നാണ് കോവിഡ് തെളിയിച്ചത്. അപ്പോൾ അത് അറ്റ്ലാന്റിക്കിലെ ഒരു ജേർണലിസ്റ്റ് എഡ് യോങ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ദ നോർമൽ ലെഡ് ടു ദിസ് എന്നാണ്. അതായത് വരുന്നു എന്ന് പറഞ്ഞതല്ലാതെ അതിനെ നമ്മൾ ഒരു പ്രിപ്പയർനെസ്സും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെയാണ് ദ നോർമൽ ലെഡ് ടു ദിസ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഡിസ്കഷൻ്റെ പ്രസക്തി. കോവിഡിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസംബർ 27 ഇൻ്റർനാഷണൽ ഡേ ഫോർ എപ്പിഡമിക് പ്രിപ്പയർനെസ് ആണ്, അല്ലെങ്കിൽ പാൻഡമിക് പ്രിപ്പയർനെസ് ആണ്. ഇപ്പോൾ 2024 ഡിസംബർ 27 ആൻ്റണി ഗ്യൂട്ടറസ് UN സെക്രട്ടറി ജനറൽ പറഞ്ഞത് കോവിഡിൻ്റെ ഇമ്മീഡിയറ്റ് ത്രെറ്റ് പോയി കഴിഞ്ഞു. അത് വേദനാജനകമായ പല നോളജും നമുക്ക് തന്നു. വി ഹാവ് ലേൺ വെരി പെയിൻഫുൾ ആൻഡ് ഹാർഷ് ലെസൺസ് ആണ്. അതിൽ നിന്ന് പഠിച്ച് നമ്മൾ അടുത്ത ഒരു പാൻഡമിക്കിന് വേണ്ടി റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അല്ല എന്നാണ്. സോ ഒരു 4 വർഷം ഒരു നൈറ്റ് മെയറിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി അടുത്തൊരു നൈറ്റ് മെയറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഇപ്പം ഗ്ലോബൽ പൊളിറ്റിക്കൽ സിനാറിയോ മീൻസ് US ഇപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ നൈറ്റ് മെയർ ഈസ് ലൈക്ലി ടു ബി വേഴ്സർ. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കേരളത്തിൻ്റെ പ്രോബ്ലം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വൺ ഹെൽത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണ് 2021. അപ്പോൾ അതിൻ്റെ വ്യക്തമായ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ഔട്ട് ബ്രേക്സ് പ്രോണാണ്? എൻ്റെ ഏറ്റവും ഈസി ആൻസർ ഡോക്ടർ ജ്യോതി പറയുമായിരിക്കും. കാരണം നമ്മളുടെ ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു കോവിഡിന് മുമ്പ് അല്ലെങ്കിൽ നിപ്പയ്ക്ക് മുമ്പ് നമുക്ക് 1-2 മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ലാബ് ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റാണ്. കോവിഡിൻ്റെ സമയത്ത് 2-3 മാസം കൊണ്ടാണ് അത് 125 മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ആയിട്ട് മാറിയത്. ഇപ്പം BSL-3 ലാബ് എടുത്ത് നോക്കിയാൽ പോലും ഇപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുണ്ട്, IAVക്ക് പെർമിഷൻ ആയിട്ടുണ്ട്, RGCB ക്യാമ്പസിൽ വരുന്നുണ്ട്. അത് ഒരു ജില്ലയിൽ തന്നെ 2 BSL-3 ലാബ് വരുന്ന ഒരു സാഹചര്യം. ആ മോളിക്കുലർ ഡയഗ്നോസിസ് നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി, ജനിതക ശ്രേണീകരണത്തിൽ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആണെന്നുള്ളതല്ല. സോ നമ്മൾ റെസ്പോൺസ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം എപ്പിഡമിയോളജിക്കൽ വൾണറബിലിറ്റി വളരെ കൂടിയ ഒരു സംസ്ഥാനമാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ നമ്മളുടെ ഭൂപ്രകൃതി, സാറ് പറഞ്ഞ പോലെ ട്രോപ്പിക്കൽ ഒരു ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലം,
അറേബ്യൻ സീക്കും വെസ്റ്റേൺ ഗാർഡ്സിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സ്ഥലം. ഈ പറഞ്ഞ 2/3 ഓഫ് ദ എമേർജിങ് ഇൻഫെക്ഷൻസ് സൂണോട്ടിക്കാണ്. അത് വൈൽഡ് ലൈഫിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ള ഒരു സ്ഥലം, നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഒരു ഫോറസ്റ്റ് ലൈക്ക് എൻവയോൺമെൻ്റ് ആണ്. അപ്പം കേരളത്തിൽ ആർക്ക് വേണോ എപ്പോഴും വേണോ സൂണോട്ടിക് ഇൻഫെക്ഷൻ വരാവുന്നതാണ് ഭൂപ്രകൃതി കൊണ്ടുള്ള വൺ തിങ്. സെക്കൻഡ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്. കേരളത്തിൻ്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയുടെ 3 times ആണ്. ഓക്കെ, ഇപ്പം നമ്മളുടെ 860 ആണ്, ഇന്ത്യയുടെ 392 ആണ്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും അറിയാം, ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ വേണ്ടി മണിക്കൂറുകൾ മതി. മാത്രമല്ല നമുക്കൊരു അർബൻ റൂറൽ ഡിവൈഡ് അങ്ങനെ ഇല്ല. എല്ലാം ഏതാണ്ട് ഒരുമാതിരി കോസ്മോപൊളിറ്റൻ പോലത്തെ സ്ഥലമാണ്. അതേസമയം മഹാരാഷ്ട്ര പോലെ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അത് സിറ്റി കോൺസെൻട്രിക് ആയിട്ടാണ് വന്നത്. അത് മാസങ്ങൾക്ക് ശേഷം മാത്രമേ വില്ലേജസിൽ എത്തിയുള്ളൂ. കേരളത്തിന് അങ്ങനെ ഒരിക്കലും ടൈം കിട്ടാൻ പോകുന്ന, ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത പോയിന്റിൽ മണിക്കൂറുകളിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം, ഈ അർബൻ റൂറൽ ഡിവൈഡ് ഇല്ലാത്തതുകൊണ്ട്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വലിയൊരു ഫാക്ടറാണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തതെന്ന് പറയുന്നത് ദ ചേഞ്ചിങ് ഡെമോഗ്രാഫിക്സ് ആണ്. നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി അറിയാമല്ലോ, ഈസ് അറൗണ്ട് 77 നൗ. ഇന്ത്യയെ കാട്ടി അറൗണ്ട് 7 കൂടുതലാണ് കേരള ലൈഫ് എക്സ്പെക്റ്റൻസി. കോവിഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചതാരാ? ഈസ് എൽഡർലി പോപ്പുലേഷൻ. പല ആൾക്കാരും പറഞ്ഞു ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളൊന്നും ചെയ്യാതെ മോർട്ടാലിറ്റി കുറവായിരുന്നു എന്ന്. കാരണം അവിടെ മരിക്കാൻ ആൾക്കാരില്ലായിരുന്നു. മരിക്കേണ്ട ആൾക്കാരല്ല, നേരത്തെ HIV ഉണ്ടെന്ന് മരിച്ചുപോയ ആൾക്കാരാണ്. കാരണം ഏജ് കൂടുന്നതനുസരിച്ച് മാത്രമേ ഈ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഒക്കെ തന്നെ മോർട്ടാലിറ്റി കൂടത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 45 ലക്ഷം എൽഡർലി പോപ്പുലേഷൻ വസിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. കോവിഡിൻ്റെ ആദ്യത്തെ ഒരു 2 വർഷത്തെ കേരളത്തിൻ്റെ റെസ്പോൺസ് വളരെ ഹാർഷാന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്, വളരെ എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ 45 ലക്ഷം ആൾക്കാർക്കും ഒരു സേഫ്റ്റി നെറ്റ് കൊടുക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനുണ്ട്. ആ സേഫ്റ്റി നെറ്റ് നമ്മൾ അന്നത്തെ ശാസ്ത്രം വെച്ച് വിശ്വസിക്കുന്നത് വാക്സിനേഷനിലൂടെയാണ്. അപ്പം നമ്മൾ ഈ എബോവ് ഒരു 65ക്ക് 90% വാക്സിനേഷൻ കവർ വന്ന സമയമാണ് ആക്ച്വലി നവംബർ 2021. അപ്പോഴാണ് ഈ പല റെസ്ട്രിക്ഷൻസും നമ്മൾ ആക്ച്വലി പിൻവലിക്കുന്നത്, സ്കൂൾസൊക്കെ റീഓപ്പൺ ചെയ്യുന്നത്. അത് നമുക്കൊരു വലിയൊരു ചലഞ്ചാണ് ഈ ഒരു 45 to 50 lakh എൽഡർലി പോപ്പുലേഷൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. അടുത്തതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഹെൽത്തി പോപ്പുലേഷൻ റിയലി ഹെൽത്തി ആണോ ബാക്കി വരുന്ന ആൾക്കാർ? അല്ല. കാരണം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ ഒബേസിറ്റിയൊക്കെ കാരണം ഈ സോ കാൾഡ് ഹെൽത്തി പോപ്പുലേഷൻ ഈസ് ഓൾസോ നോട്ട് റിയലി ഹെൽത്തി ഇൻ കേരള. അടുത്ത ഒരു ആസ്പെക്റ്റ് നമ്മളുടെ ഈ പോപ്പുലേഷൻ മൊബിലിറ്റി ഇൻ കേരളയാണ്. ഒരു പത്ര റിപ്പോർട്ട് വായിക്കുകയുണ്ടായി, നോർത്ത് കൊറിയ ഒഴിച്ച് ബാക്കി ലോകത്ത് എല്ലായിടത്തും മലയാളികളുണ്ട്. അപ്പോൾ ഇന്നിപ്പം മാർബർഗ് വൈറസ് ഉഗാണ്ടയിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ട്. മലയാളികളുടെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ് ഇൻ അതർ കൺട്രീസ് ഡ്യൂറിങ് COVID-19. ഇപ്പോഴും പനി വന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി കേരളത്തിലോട്ട് വരിക എന്നുള്ളതാണ് അവരുടെ SOP അല്ലെങ്കിൽ മോഡസ് ഓപ്പറാൻഡി. ഇപ്പോൾ കേരളത്തിൽ വന്ന എല്ലാ മങ്കി പോക്സ് കേസും അവിടെ നിന്ന് പനിയും മിഡിൽ ഈസ്റ്റിൽ നിന്ന് പനിയും ലീഷൻസും ആയിട്ട് ഫ്ലൈറ്റ് കയറി വന്ന ആൾക്കാരാണ്. ദേ ഡോണ്ട് ഹാവ് എ ബിലീഫ് ഇൻ ദെയർ ഹെൽത്ത് സിസ്റ്റം, ദേ ഹാവ് ബിലീഫ് ഇൻ അവർ ഹെൽത്ത് സിസ്റ്റം. നമ്മൾ അത്ര മെച്ചമായതുകൊണ്ടല്ല, പക്ഷേ സം സോർട്ട് ഓഫ് എ ഡിസ്ക്രിമിനേഷൻ എക്സെട്ര എക്സിസ്റ്റ് ദെയർ. അതുകൊണ്ട് അവരിങ്ങ് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? വേൾഡിൽ എവിടെ എന്ത് എമേർജിങ് ഇൻഫെക്ഷൻ ഉണ്ടായാലും, അത് എബോള ആണെങ്കിലും മാർബർഗ് ആണെങ്കിലും, ഒരു മലയാളിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിൽ വിത്തിൻ 24 hours കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ റിയൽ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വൺ ഹെൽത്ത് പോളിസി. വൺ ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് ഓഫ് ദ ഹ്യൂമൻസ് ഈസ് ഇൻട്രിൻസിക്കലി ലിങ്ക്ഡ് വിത്ത് ദ ഹെൽത്ത് ഓഫ് ആനിമൽസ്, ദ പ്ലാന്റ്സ് ആൻഡ് ദ ഷെയർഡ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ആ വൺ ഹെൽത്ത് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്കൊരു ഫ്യൂച്ചർ പാൻഡമിക് പ്രെഡിക്റ്റ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും അതിനെ റെസ്പോണ്ട് ചെയ്യാനും ആക്ച്വലി കഴിയത്തുള്ളൂ. മൈ പേഴ്സണൽ ഒപ്പീനിയൻ ദാറ്റ് കേരളത്തിലെ ഏത് എമേർജിങ് ഇൻഫെക്ഷൻസും എപ്പോഴും വേണോ ഈ ഫാക്ടേഴ്സ് കൊണ്ട് വരാൻ പറ്റും. അപ്പം നിപ്പയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത റെസ്പോൺസ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് റെസ്പോൺസാണ്. റിയാക്റ്റീവ് റെസ്പോൺസിൽ കേരളം വേൾഡിലെല്ലാം ലീഡേഴ്സാണ്. റിയാക്റ്റീവ് മീൻസ് ഫയർ ഫൈറ്റിംഗ്, അതായത് ഒരു തീ ഉണ്ടായിക്കഴിഞ്ഞാൽ അണയ്ക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതേസമയം തീ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് ദ പ്രിഎംപ്റ്റീവ് റെസ്പോൺസ്. അതിന് എപ്പിഡമിക് ഇൻ്റലിജൻസ് ആവശ്യമാണ്. അതിന് ഫോർ എക്സാമ്പിൾ സേ ഉഗാണ്ടയിൽ മാർബർഗ് ഔട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ എത്ര മലയാളികൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയണം. അവരിങ്ങോട്ട് വരികയാണെങ്കിൽ എയർപോർട്ടിൽ നമുക്കൊരു ട്രാക്കിംഗ് സിസ്റ്റം വേണം. ഇതൊക്കെയാണ് ആക്ച്വലി സ്റ്റേറ്റ് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ജ്യോതി, അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു WHO എല്ലാ വർഷവും ഒരു ബ്ലൂ പ്രിൻ്റ് ഇറക്കാറുണ്ട്. അത് ഇനി വരാൻ സാധ്യതയുള്ള വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ
ഒരു 10 എണ്ണത്തോളമെങ്കിലും അതിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ കൂടുതലും സൂനോട്ടിക് ഇൻഫെക്ഷൻസിനെ കുറിച്ചായിരിക്കും പറയുക. അതിൽ മിക്കതിനും വാക്സിനോ ചികിത്സയോ ഒന്നുമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റ് നമുക്കും ബാധകമാണ്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പോലെ എല്ലായിടത്തും മലയാളികളുണ്ട്. ഇങ്ങോട്ടൊക്കെയുള്ള യാത്ര എപ്പോഴും ഉള്ളതാണ്. അതോടൊപ്പം തന്നെ മൈഗ്രേറ്ററി ബേർഡ്സ് ഇങ്ങോട്ട് വരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മൾ. അപ്പോൾ കോവിഡിൻ്റെ വരവോടെ നമ്മളുടെ രോഗനിർണയ സംവിധാനങ്ങൾ 100% ഇരട്ടിച്ച് സജ്ജമായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ, ഈ നിലവിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ പുതിയ എമേർജിങ് വൈറസുകൾ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കേരളം അത്തരമൊരു ഔട്ട്ബ്രേക്ക് ഇവിടെയാണ് ഒരു പേഷ്യൻറ്റിന് ഒരു അസുഖം വരുന്നതെങ്കിൽ ഏറ്റവും ആദ്യം അത് കൃത്യമായി നിർണ്ണയിക്കപ്പെടാനുള്ളൊരു തരത്തിൽ നമ്മുടെ സംസ്ഥാനം സജ്ജമാണോ? ഇപ്പോൾ അരവിന്ദ് സാറ് പറഞ്ഞ പോലെ നമ്മൾ ഈ റിയാക്ഷണറി ഇതിൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പലപ്പോഴും ഒരു വൈറസ് വന്നു കഴിഞ്ഞ് അത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് സെറ്റപ്പുകളെല്ലാം ഉണ്ടാക്കുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പം മാഡം പറഞ്ഞ പോലെ കോവിഡിൻ്റെ സമയത്ത് ഇപ്പം കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ആൻഡമാൻ്റെയും ഒരു മെൻറ്റർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ശ്രീചിത്രയായിരുന്നു. അപ്പം നമ്മൾക്ക് ഈ കേരളത്തിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ സെറ്റപ്പ് കണ്ട് ബോധ്യപ്പെട്ടിട്ട് കൊടുക്കണമെന്നായിരുന്നു ICMR പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് പ്രധാനപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഈ മോളിക്കുലാർ സെറ്റപ്പ് PCR പോലത്തെ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പുകൾ ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒരു മാൻഡേറ്റ്, അതായത് എല്ലാ മെഡിക്കൽ കോളേജും ഇറസ്പെക്റ്റീവ് ഓഫ് ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് എല്ലായിടത്തും ഈ PCR ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാവണം. മാത്രമല്ല ഒരുപാട് പ്രൈവറ്റ് ലാബുകളും ഇന്ന് PCR ചെയ്യാനുള്ള സുസജ്ജമാണ്. അപ്പോൾ പിന്നെ നമുക്ക് അറിയാനുള്ളത് ഒരു വൈറസ് ഇപ്പം നമുക്ക് ഓഫ് ക്ലിനിക്കൽ സസ്പീഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ ഓക്കെ ഇത് ഈ വൈറസ് ആവാം എന്ന് ഒരു ക്ലിനിക്കൽ സസ്പീഷൻ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാ ആശുപത്രികൾക്കും അതിൻ്റെ അതേ സെറ്റപ്പിൽ ഒരു നല്ല ലാബ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്ലിനിക്കൽ സസ്പീഷൻ കൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്യൂ, ഈ വൈറസ് ടെസ്റ്റ് ചെയ്യൂ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ അതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് NIV പൂനെയിലേക്കോ NIV ആലപ്പുഴയിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ RVRDLകളിലേക്കോ ഒക്കെ അയക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന വൈറസുകൾ വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ അത് വൈറസ് തന്നെയാണോ അതോ ഇനി എന്തെങ്കിലും ബാക്ടീരിയ മൂലമാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ, അതായത് ഒരു പാനൽ ഓഫ് വൈറസുകൾ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള എല്ലാ RNA DNA എക്സ്ട്രാക്ട് ചെയ്ത് അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ വരുമ്പം കുറച്ചും കൂടി ഹയർ ലെവൽ സെറ്റപ്പ് വേണം. ഇപ്പോൾ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ സാറ് പറഞ്ഞു നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു 2 BSL 3 ലെവൽ, അതായത് വൈറസുകൾ പല സേഫ്റ്റി ലെവലിലാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന റെസ്പിറേറ്ററി വൈറസുകളൊക്കെ BSL 2 ലെവലിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിപ്പ പോലുള്ള വൈറസ് BSL 3 അല്ലെങ്കിൽ BSL 4 ലെവലാണെന്ന് പറയുമെങ്കിലും അത് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ പേഷ്യൻറ്റിൽ നിന്ന് സാമ്പിൾ എടുത്ത് അതിലേക്കൊരു ലൈസിസ് ബഫർ എന്ന് പറഞ്ഞ ഒരു, അതായത് ഈ വൈറസിനെ നിർവീര്യമാക്കുന്ന ഒരു ദ്രാവകം ഒഴിച്ചു കഴിഞ്ഞാൽ അത് BSL 2 ലെവലിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പം BSL 2 ലെവൽ ഒരുപാട് ലാബ് നമ്മളുടെ കേരളത്തിലുണ്ട്. 3 ഇനിയും വരാൻ പോകുന്നുണ്ട്, ഒരു 3-4 കേരളത്തിൽ തന്നെ ഇനി അടുത്ത 1-2 വർഷത്തിൽ വരുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ BSL 4 ഇന്ത്യയിൽ തന്നെ ഇന്നിപ്പം NIV പൂനെയിൽ 2012 മുതലുണ്ട്. ഇപ്പം DRDOനും ഒന്ന് അനുവദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ സജ്ജമാണോ എന്ന് ചോദിച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബേസിക് ലെവൽ ഉണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് ബോട്ടിൽ നെക്സ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ PHCകളിൽ നിന്നോ സാധാരണ ഹോസ്പിറ്റലിൽ നിന്നോ ഒരു സാമ്പിൾ ഈ ലാബുകളിലേക്ക് എത്തിക്കുക, അതിനുള്ള ആക്സസിബിലിറ്റി, ഈ ഇഷ്യൂസ് ഉണ്ട്. ഇത് എവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടേക്ക് പലപ്പോഴും വൈറസുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പിൾ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത്
പോകേണ്ട സാമ്പിളുകളാണ്. അതല്ലെങ്കിൽ 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ഐസ് പാക്കൊക്കെ വെച്ച് കൊണ്ടുപോകേണ്ട സാമ്പിളുകളാണ്. ഇതൊക്കെ കൊണ്ടുപോകാനുള്ള സജ്ജീകരണം ചെറിയ ചെറിയ PHCകളിലോ ക്ലിനിക്കുകളിലോ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലും ഇവിടേക്ക് ഈ സാമ്പിൾ എത്താത്ത ഒരു ഇഷ്യൂ വരും. പിന്നെ ഒന്നാമത് ഇതെല്ലാം ഫണ്ടിങ്ങിൻ്റെ ഒരു ബോട്ടിൽ നെക്കാണ്. അത് കഴിഞ്ഞ് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പം ICMR പോലുള്ള സെൻട്രൽ സ്ഥാപനങ്ങൾ VRDL, അതായത് വൈറൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി എന്നുള്ള ഒരു നെറ്റ്വർക്ക് തന്നെ പടുത്തുയർത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ അത് 8 എണ്ണം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 8 എണ്ണം ഉണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പം ഇതിലേക്കൊക്കെ സാമ്പിൾ എത്തിക്കുക, അവിടെയാണെങ്കിൽ ഇത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അവയർനെസ് ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. ഇത് അഫോർഡബിൾ ആണ്, ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നെല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ബോട്ടിൽ നെക്സ് ആണ് ഉള്ളത്. പിന്നെ ജീനോ ടൈപ്പിങ്ങിലേക്ക്, അതായത് സാറ് പറഞ്ഞ മാതിരി ജനിതക ശൃംഖല കണ്ടുപിടിക്കേണ്ട ടെസ്റ്റുകൾ, അതായത് എന്താണെന്ന് പോലും ഒരു അറിവും ഇല്ലാത്ത വൈറസ് വരുമ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അതിനും സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഈ സെറ്റപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് ബോട്ടിൽ നെക്സ് ഇപ്പം കേരളത്തിലുണ്ട്. ഡോക്ടർ രാമൻകുട്ടി, നമ്മളിപ്പോൾ പുതിയ വൈറസുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ വൈറസിൻ്റെ ഔട്ട്ബ്രേക്കിനെ കുറിച്ച് വാർത്ത കേൾക്കുമ്പോൾ ആ വൈറസിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പെരുമാറാൻ നമ്മളെല്ലാവരും പെട്ടെന്ന് സജ്ജരാകും, തയ്യാറെടുക്കും. പക്ഷേ അപ്പോഴും നമുക്കതിന് മുന്നേ പരിചയമുണ്ടായിരുന്ന കോവിഡിനെയോ അല്ലെങ്കിൽ ഡെങ്കിയെ പോലെയുള്ള നിരന്തരം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മരണനിരക്ക് പോലും കൂടുതലുള്ള അസുഖങ്ങളോട് നമ്മൾ വളരെ കാഷ്വലായ നിലപാടുകൾ എടുക്കുകയും ചെയ്യും. ഡോക്ടർ, അപ്പോൾ ഈ രോഗാതുരത കുറയ്ക്കാൻ പുതിയ വൈറസുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം പോലെ നമ്മൾ നിലവിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈറസുകൾ എങ്ങനെയാണ് നമ്മൾ അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരിക്കണം? അത് എനിക്ക് തോന്നുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഒരു വിചിത്രമായ സ്വഭാവമാണ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതിനെ നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നില്ല. ഞാൻ സാധാരണ എപ്പിഡമിയോളജി പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയാറുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ഇടിമിന്നലാണെന്നോ അല്ലെങ്കിൽ കൊക്കക്കോളയിൽ എന്തോ രാസവസ്തു ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പേടിയില്ലേ? ആർക്കും പേടിയില്ല. റോഡ് ക്രോസ് ചെയ്ത് എത്ര പേരാണ് മരിക്കുന്നതെന്ന് അറിയാമോ? കേരളത്തിൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എത്ര പേരാണ് മരിക്കുന്നതെന്ന് അറിയാമോ? വെള്ളത്തിൽ വീണ് എല്ലാ വർഷവും എത്ര കുട്ടികളാണ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്. എന്നിട്ട് കുട്ടികൾ ഇതിന് പോകാതിരിക്കുന്നുണ്ടോ? കാരണം നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ഫെമിലിയർ ആയതിനെ പേടിക്കാതിരിക്കാനുള്ള ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. അത് എല്ലാ എപ്പിഡമിയോളജിസ്റ്റുകളും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ കോവിഡ് കുറച്ച് കഴിയുമ്പോൾ കോവിഡ് ഇത്രയൊക്കെ ഉള്ളൂ, നമ്മളത് ഇൻറ്റേർണലൈസ് ചെയ്തു. അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിൻ്റെ ആദ്യകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ ഒരു കേസ് പോലും കഷ്ടി 1-2 കേസ് ഉണ്ടായിരുന്ന കാലത്ത് ആരും വെളിയിൽ ഇറങ്ങത്തില്ലായിരുന്നു, പേടിച്ചിട്ട് അത് കോവിഡ് എപ്പോഴെങ്കിലും വന്നു കയറിയാലോ എന്ന് വിചാരിച്ചു മുഖമൊക്കെ മൂടിയിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ആളുകളെയൊക്കെ കോവിഡ് പിടിച്ചവരെയൊക്കെ നമ്മൾ 4-5 പേരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇത് കൂടി വരികയും ചെയ്തു. അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമാണ്. എങ്ങനെ ഇത് മനുഷ്യരോട് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, തിരിച്ച് ആലോചിച്ചാൽ നമുക്കിപ്പോൾ എല്ലാം ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കാനും പറ്റില്ല. നമ്മുടെ ജീവിതമാണല്ലോ പ്രധാനം. അതുകൊണ്ട് ആളുകൾ കുറേ റിസ്ക്കൊക്കെ എടുക്കും. പക്ഷേ ഇതുപോലൊരു എപ്പിഡമിക്കിൻ്റെ ത്രെറ്റിൽ നിൽക്കുമ്പോൾ കൃത്യമായി അതിന് എന്ത് ചെയ്യണം എന്നുള്ള മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് പക്ഷേ ഹെൽത്ത് സിസ്റ്റത്തിൽ ഞങ്ങളെപ്പോഴും പലപ്പോഴും പറയാറുള്ള കാര്യം, നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഇപ്പോൾ തന്നെ ഇന്നലെയും കൂടെ ഞാൻ നോക്കിയായിരുന്നു, ബഡ്ജറ്റൊക്കെ നോക്കി തന്നെ ക്യൂറേറ്റീവ് ഇതിനാണ് ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആശുപത്രികൾ വേണം, ബെഡുകൾ വേണം, അത് വേണം, ഇത് വേണം. പക്ഷേ പ്രിവെൻഷൻ, അവെയർനെസ്, സർവെയിലൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആവശ്യത്തിന് പണം കരുതുന്നില്ല, അതിനുള്ള ട്രെയിനിങ് ഇല്ല. ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസിന് മറ്റ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർക്കൊന്നും ഗ്ലാമർ ഇല്ല. കാരണം പബ്ലിക് ഹെൽത്ത് ഏറ്റവും ലീസ്റ്റ് ഗ്ലാമറസ് പ്രൊഫഷനാണ്. കാരണം ഞങ്ങളൊന്നും ആശുപത്രിക്കകത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇയാൾക്ക് വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് അയാൾ അവിടെ പോയിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ ഒരു പൊതുജനത്തിൻ്റെ വിചാരം. അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് ആകപ്പാടെ എപ്പിഡമിയോളജി എന്നൊരു വാക്ക് ആളുകൾ കേട്ടു തുടങ്ങിയത് കോവിഡ് വന്നപ്പോഴാണ്. അതിനു മുമ്പ് ഇത് എന്ത് സംഭവമാണെന്ന് ആർക്കും അറിയേയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു
ഡോക്ടർമാരുടെ ഇടയിൽ പോലും അങ്ങനെയാണ് അതിൻ്റെ ഒരു പബ്ലിക് ഹെൽത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കുറവാണ്. മറ്റ് രാജ്യങ്ങളിൽ പല അഡ്വാൻസ് കൺട്രീസും നോക്കിയാൽ അവർക്കും പബ്ലിക് ഹെൽത്തിന് ഉള്ള ഗ്ലാമറൊക്കെ കുറവാണ്. പക്ഷേ അവിടെ കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ദേ ഹാവ് എ സിസ്റ്റം ഫോർ ട്രെയിനിങ് പബ്ലിക് ഹെൽത്ത് പീപ്പിൾ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വലിയ എക്സാമ്പിൾ പറഞ്ഞാൽ NHSൽ അവിടെ UK ഭയങ്കരമായിട്ട് ഇത് കോവിഡ് പടർന്നു പിടിച്ച് തുടങ്ങിയപ്പോൾ അവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗവൺമെൻറ്റാണ്. NHS ഹോസ്പിറ്റൽസ് ആണ് ഒട്ടുമിക്കാറും. ആദ്യം തന്നെ അവർ ചെയ്തത് അവിടെ NHSൻ്റെ പേരിൽ അവിടെ വരുന്ന ആളുകളെ എല്ലാം കൂടെ പിടിച്ച് ഒരു ട്രയൽ ചെയ്തു. അത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു കാൽവെപ്പായിരുന്നു അത്. ആ ട്രയലിൻ്റെ ബേസിസിലാണ് സ്റ്റിറോയിഡ് കൊടുക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. ചില പ്രത്യേക രീതിയിലുള്ള കോവിഡ് വരുന്ന ആളുകൾക്ക് സ്റ്റിറോയിഡ് ഗുണപ്രദമാണെന്ന് ആദ്യം തെളിയിച്ചത്. 6 മാസത്തിനകം തന്നെ ആ ട്രയൽ അവർ കംപ്ലീറ്റ് ചെയ്തു. അതിന് ആവശ്യമുള്ള എപ്പിഡമിയോളജിക്കൽ റിസർച്ച് സ്കിൽസ് അവർക്കുള്ളതുകൊണ്ടാണ്. നമ്മൾ പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ, അതോട് ചേർത്ത് ചോദിച്ചോട്ടെ. ഇപ്പോൾ നേരത്തെ അരവിന്ദ് സാർ സൂചിപ്പിച്ചിരുന്നു 2021 രാജ്യത്ത് ആദ്യമായിട്ട് വൺ ഹെൽത്ത് പ്രോഗ്രാം നടപ്പാക്കിയത് നമ്മളാണ്. അന്നൊരു 2.5 ലക്ഷത്തോളം വോളണ്ടിയേഴ്സിനെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ട്രെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടറെ, ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നതും സൂനോട്ടിക് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷനുകൾ ആവുന്ന ഒരു സാഹചര്യത്തിൽ ഈ വൺ ഹെൽത്തിൻ്റെ പ്രസക്തി എത്രത്തോളമാണ്? അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതും എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു ചാലഞ്ചാണ്. കാരണം നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പരമ്പരാഗതമായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഇംഗ്ലീഷിൽ പറഞ്ഞ സിലോസിലാണ്. അതായത് വെർട്ടിക്കലായിട്ടാണ് അവർ. ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഇപ്പോൾ നമ്മുടെ അനുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം, ഗവൺമെൻറ്റിൽ ഉള്ള ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആളുകളെ, കാരണം പുള്ളി റവന്യൂവിലാണ്. അതുകൊണ്ട് ഡിസാസ്റ്ററിൻ്റെ സമയത്തൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് പ്രവർത്തിപ്പിച്ച് പരിചയമുള്ള ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ ചാലഞ്ചാണ്. നമ്മളെ പക്ഷേ ഈ നേരത്തെ ഡോക്ടർ അരവിന്ദ് സൂചിപ്പിച്ച പോലെ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ നമുക്കത് സാധിക്കുന്നുണ്ട്. ക്രൈസിസ് മാനേജ്മെൻറ്റിൽ എല്ലാം കൂടെ ജില്ലാ കളക്ടറുടെ കീഴിൽ വരും. അദ്ദേഹം പറയുന്നത് എല്ലാവരും അനുസരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റൈല്. അത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഓർഡിനറി ഡേ ടു ഡേ ഇതിൽ ആളുകളെ കൊണ്ട്, ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഒരു തീസിസ് ചെയ്തു. അതായത് ഈ റേബീസ്, എന്തുകൊണ്ടാണ് റേബീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? കാരണം അതിനുള്ള വാക്സിനുണ്ട്, എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം, പട്ടികളെ സ്റ്റെറിലൈസ് ചെയ്യുക, അതിനുള്ള സ്കീമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 ഡിപ്പാർട്ട്മെൻറ്റാണ്: മെഡിക്കൽ, വെറ്റിനറി, ലോക്കൽ ഗവൺമെൻറ്. ഇവർ 3 പേരും കൂടെ ചേർന്ന് ആരുടെയും ബേബിയല്ല. ആരുടെയും ബേബി അല്ലാത്തതുകൊണ്ട് ഇപ്പോഴും റേബീസ് മൂലം ആളുകൾ നമ്മുടെ നാട്ടിൽ മരിക്കുന്നുണ്ട്. അതൊരു വലിയ ചാലഞ്ചാണ്. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഗവേണൻസിനെ കുറിച്ചൊക്കെയുള്ള എക്സ്പേർട്സ് വേണം പറയാൻ. എനിക്കറിയില്ല. ഡോക്ടർ അരവിന്ദ്, ഇപ്പോൾ നമ്മൾ പുതിയ വൈറസുകളെ കുറിച്ച് പറയുമ്പോൾ ഇനി പ്രതീക്ഷിക്കപ്പെടുന്ന പൊട്ടൻഷ്യൽ പാൻഡമിക് ആവാൻ സാധ്യതയുള്ള വൈറസ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏവിയൻ ഇൻഫ്ലുവൻസ പോലെ ഒന്നാണോ നമ്മൾ ഭയപ്പെടേണ്ടത്? ഇപ്പോൾ ഞാൻ ചോദിക്കാൻ കാര്യം, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപനശേഷി ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ഈ കഴിഞ്ഞ നവംബറിൽ ഫിലാഡൽഫിയയിൽ 14 വയസ്സുള്ള ഒരു കുട്ടി ഏവിയൻ ഇൻഫ്ലുവൻസ ബാധിച്ച് മരിച്ചു എന്ന് നമുക്ക് കേട്ടു. ആ കുട്ടിയുടെ സമ്പർക്കം സ്ഥിരീകരിച്ചിട്ടുമില്ല, ആനിമൽസുമായിട്ടുള്ള സമ്പർക്കം. അപ്പോൾ ഡോക്ടറെ, ഏവിയൻ ഇൻഫ്ലുവൻസ പോലെ എയർബോൺ ആയിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷനെ നമ്മൾ എത്തരത്തിൽ ആണ് മുൻകരുതൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് സർ? അടുത്ത പാൻഡമിക് ഏവിയൻ ഇൻഫ്ലുവൻസ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചാൻസ് വളരെ വളരെ ഹൈ ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോഴല്ല, ഒരു 20 വർഷം മുന്നെയാണ്. ഇപ്പോൾ 2004 തന്നെ ഒരു ഫേമസ് വൈറോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പം നെക്സ്റ്റ് പാൻഡമിക് വിച്ച് മൈറ്റ് വൈപ്പ് ഔട്ട് കോണ്ടിനെൻസ്, അത് ഏവിയൻ ഇൻഫ്ലുവൻസ ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. കാരണം 96 ഏവിയൻ ഇൻഫ്ലുവൻസ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അത് ആസ് എക്സ്പെക്റ്റഡ് ചൈനയിലാണ് ആദ്യം അത് ഡിറ്റക്ട് ചെയ്തത്. ഏവിയൻ ഇൻഫ്ലുവൻസ നമ്മളുടെ ഇൻഫ്ലുവൻസിനെ അപേക്ഷിച്ച് അതിൻ്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് വളരെ ഹൈ ആണ്. അറൗണ്ട് 30 to 50% മോർട്ടാലിറ്റി ഉള്ള വൈറസാണ്. ഉള്ളി സേവിങ് ഗ്രേസ് എന്ന് പറയുന്നത് ഇത് ബേർഡ്സിലുള്ള വൈറസ് ആയതുകൊണ്ട് നമ്മുടെ ഹ്യൂമൻസിലുള്ള ഈ സയാലിക് ആസിഡ് റിസപ്റ്ററുമായിട്ട് അത്ര അഡാപ്റ്റഡ് അല്ലായിരുന്നു. അന്ന് 2004 ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ 2009 നമുക്ക് സ്വൈൻ ഫ്ലൂ ആണ് വേൾഡ് മൊത്തം വന്നത്, നമ്മളിപ്പോൾ H1N1 എന്ന് പറയുന്ന ഉണ്ടായത്. പിന്നെ കോവിഡായി. കോവിഡ് വന്നു. അപ്പോൾ അന്നും ഇൻഫ്ലുവൻസ ഇൻ ദ ബാക്ക് ബർണറാണ്. ഇൻഫ്ലുവൻസ ആയിരിക്കും നെക്സ്റ്റ് പാൻഡമിക് എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ ഉള്ള വൈറസ് പെട്ടെന്ന് ജനറ്റിക്കലി അഡാപ്റ്റ് ചെയ്യുന്ന വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസസ്. അത്
ജനറ്റിക് ഷിഫ്റ്റും ഡ്രിഫ്റ്റ് എന്ന് പറയും. ഒരൊറ്റ ഇൻഫെക്ഷന് വേണ്ടി മാത്രമേ എല്ലാ വർഷവും വാക്സിൻ കൊടുക്കണമെന്ന് പറയുന്നുള്ളൂ. ഈ സസെപ്റ്റബിൾ പോപ്പുലേഷൻ, ഇമ്യൂണോ കോംപ്രമൈസും എൽഡർലിയും എല്ലാ വർഷവും വാക്സിൻ എടുക്കേണ്ട ഡിസീസ് ഇൻഫ്ലുവൻസയാണ്, പ്രത്യേകിച്ച് പ്രതിരോധശേഷി കുറഞ്ഞ ആൾക്കാർ. കാരണം എന്തുകൊണ്ടാണ്? ഈ വൈറസ് പെട്ടെന്ന് ജനറ്റിക്കലി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കോവിഡിനെയൊക്കെ അപേക്ഷിച്ച് 100 ടൈംസ് ജനറ്റിക് അഡാപ്റ്റബിലിറ്റി ഉള്ള വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസസ്. പക്ഷേ ഏവിയൻ ഇൻഫ്ലുവൻസ 2021 വരെ അത് ബേർഡ്സിൽ മാത്രമായിട്ട് കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു വൈറസാണ്. പക്ഷേ 2021 തൊട്ട് അതിൽ കുറച്ച് മ്യൂട്ടേഷൻസ് വന്നു തുടങ്ങി, ഒരു 100 കൂടുതൽ ബേർഡ് സ്പീഷീസിലോട്ട് മാറി. മാത്രമല്ല മോർ ദാൻ 200 മമേലിയൻ സ്പീഷീസിലോട്ട് മാറി. ബേർഡ്സിൽ നിന്ന് മാമലിലോട്ട് മാറുന്നത് ഒരു വലിയ ജമ്പാണ്. ഓക്കെ, അപ്പോൾ അത് മാമേലിയൻ സ്പീഷീസിൽ ഫെററ്റ്സ് എന്നൊക്കെ പറഞ്ഞ ആനിമൽസ് ഉണ്ട്. ഈ ഫെററ്റ്സിലാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് നടത്തുന്നത് ഇൻഫ്ലുവൻസയെ പറ്റി. ഫെററ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒറ്റ ജമ്പാണ് പിന്നെ ഹ്യൂമൻസിലോട്ട്. അപ്പോൾ അന്ന് തൊട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 years ആയിട്ട് ഏവിയൻ ഇൻഫ്ലുവൻസ വിൽ സ്പിൽ ഓവർ ഫ്രം ദ മാമൽസ് ടു ഹ്യൂമൻസ്. ഹ്യൂമൻ ഈസ് ഓൾസോ എ മാമൽ എന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പയർനെസ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയൽ ത്രെറ്റ് മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ മാഡം സൂചിപ്പിച്ച പോലെ തന്നെ USA ഈ കൗസിൽ വരാൻ തുടങ്ങി. ഈ കൗസ് ഇസ് സപ്പോസ് ടു ബി സോർട്ട് ഓഫ് ഇമ്മ്യൂൺ ടു ഇൻഫ്ലുവൻസ വൈറസസ് ആണ്. അപ്പം ഏവിയൻ ഇൻഫ്ലുവൻസ കൗസിലോട്ട് വന്നു. കൗസിലോട്ട് വന്നപ്പോൾ ഈ കൗവായിട്ട് അടുത്ത് ഇടപഴകുന്ന കർഷകർക്ക് വരാൻ തുടങ്ങി. അപ്പം മോർ ദാൻ ഒരു 60 cases USA ഉണ്ട്. പക്ഷേ അതെല്ലാം തന്നെ മൈൽഡർ വെർഷനായിരുന്നു. നേരത്തെ നമ്മളുടെ മൈൻഡിലുള്ള ഒരു 50 to 60% മോർട്ടാലിറ്റി അല്ല അവിടെ കണ്ടത്. കുറച്ചൊരു മൈൽഡ് ഇൻഫെക്ഷൻ മാത്രമേ വന്നുള്ളൂ. പക്ഷേ US തന്നെ ഈ 60 കേസിൽ 2 കേസ് ഡെത്തിൽ കലാശിച്ചു. ആ 2 ഡെത്തും ആക്ച്വലി ഈ കൗസുമായിട്ട് ബന്ധപ്പെട്ടല്ല വന്നത്, അത് ബേർഡ്സുമായിട്ട് ഹാൻഡിൽ ചെയ്താണ് വന്നത്. ഒരു പേഷ്യൻറ്റിനെ മീൻസ് കോൺടാക്റ്റ് റിയലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിപ്പയുടെ കാര്യത്തിൽ തന്നെ ആദ്യത്തെ ആൾ മരിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. സർവൈവർ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം എവിടെയൊക്കെ പോയി എന്തൊക്കെ ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ആസ് ഓഫ് നൗ നമുക്ക് ഒരു സസ്റ്റൈൻഡ് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഏവിയൻ ഇൻഫ്ലുവൻസയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു റിസ്ക് പെർസെപ്ഷൻ ഇപ്പം WHO പറയുന്ന ത്രെറ്റ് പെർസെപ്ഷൻ ലോ തന്നെയാണ്. പക്ഷേ UK ഗവൺമെൻറ് 2024 എൻഡും 2025 ബിഗിനിങ്ങിലും 50 ലക്ഷം ഡോസ് ഏവിയൻ ഇൻഫ്ലുവൻസയുടെ വാക്സിനുണ്ട് ഹ്യൂമൻസിന് കൊടുക്കാനുള്ള. അപ്പോൾ ആ വാക്സിൻ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് 50 ലക്ഷം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ത്രെറ്റ് പെർസെപ്ഷൻ ഈസ് ആക്ച്വലി വെരി വെരി ഹൈ. ഇപ്പോഴേ ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് നടക്കാത്തത് ഇത് അറ്റാച്ച് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് കുറച്ച് നമ്മളെ ഈ ട്രക്കിയുടെ താഴെയാണ്. അപ്പം ന്യൂമോണിയ വരും, വന്നാൽ ന്യൂമോണിയ വരും, ഡെത്തിൻ്റെ ചാൻസ് ഹൈ ആണ്. പക്ഷേ മുകളിലുള്ള റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ പെട്ടെന്ന് നടക്കത്തുള്ളൂ. പക്ഷേ 2 ജനറ്റിക് മ്യൂട്ടേഷനും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏവിയൻ ഇൻഫ്ലുവൻസ വിൽ അക്വയർ ദിസ് ജനറ്റിക് ട്രെയ്റ്റ്. ആ ട്രെയ്റ്റ് വന്നു കഴിഞ്ഞാൽ സസ്റ്റൈൻഡ് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വരും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. കാരണം കോവിഡിൽ അല്ലെങ്കിൽ H1N1 ഇത്രത്തോളം കോണ്ടിനെൻസിലോട്ട് അഫക്റ്റ് ചെയ്യാനും ഒത്തിരി ഡെത്ത് ഉണ്ടാവാനും കാരണം അതൊരു റെസ്പിറേറ്ററി സ്പ്രെഡ് ഉള്ളതുകൊണ്ടാണ്, എയർബോൺ ട്രാൻസ്മിഷൻ ഉണ്ട്. ഏവിയൻ ഇൻഫ്ലുവൻസയ്ക്ക് ഇപ്പോൾ ക്ലോസ് കോൺടാക്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാനിൽ നിന്ന് അടുത്ത മാനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ 1-2 മ്യൂട്ടേഷൻ അത് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എബിലിറ്റിയും കൂടെ ഏവിയൻ ഇൻഫ്ലുവൻസയിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ കോവിഡിനെക്കാട്ടിയും വിനാശകാരിയായിട്ടുള്ള ഒരു പാൻഡമിക്കായിട്ട് ഏവിയൻ ഇൻഫ്ലുവൻസ മാറും. കേരളത്തിന് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കേരളത്തിന് ഈ വൺ ഹെൽത്ത് പ്രോഗ്രാം പൈലറ്റ് ചെയ്തത് പമ്പ ബേസിൻ ഡിസ്ട്രിക്ട്സിലാണ്. അതായത് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ ഡിസ്ട്രിക്ട്സ് ആണ് phase 1. phase 2 ഈ വർഷം ലോഞ്ച് ചെയ്യും, അത് ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സിനെ കവർ ചെയ്യും. അപ്പോൾ ഈ phase 1 ഈ 4 ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനുള്ള റീസൺ തന്നെ ഇത് കുട്ടനാട് അറിയാമല്ലോ, അവിടെ ഒത്തിരി മൈഗ്രേറ്ററി ബേർഡ്സ് വരും. ഈ സെൻട്രൽ ഏഷ്യൻ യുറേഷ്യൻ പാത്വേസ് ഉണ്ട്. അത് മൈഗ്രേറ്ററി ബേർഡ്സ് അവിടെ നിന്ന് വന്ന് ഇവിടുത്തെ പോൾട്രിക്കും ഡക്കിനും ഇൻഫെക്ഷൻ കൊടുക്കും, അതിനെ കള്ളിയും. അപ്പോൾ കള്ളിയുന്ന ആൾക്കാരെല്ലാം PPE കിറ്റിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ബേർഡ് ഇൻഫെക്റ്റ് ആണെങ്കിൽ ഹ്യൂമൻസിലോട്ട് വരാനുള്ള ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് അവർ PPE കിറ്റിട്ടാണ് ചെയ്യുന്നത്. മാത്രമല്ല അവർക്ക് ഒരു ഐസൊലേഷൻ പീരീഡ് ഉണ്ട്, അവർക്ക് നമ്മൾ H1N1 ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് പ്രൊഫൈലാക്റ്റിക്കലി കൊടുക്കുന്നുമുണ്ട്. അപ്പം ഈ ഏവിയൻ ഇൻഫ്ലുവൻസയുടെ ത്രെറ്റ് ഗ്ലോബൽ ലെവലിൽ അടുത്ത പാൻഡമിക് ആവാനുള്ള ത്രെറ്റ് ഹൈ ആണ്. കേരളവും ഇതിനെപ്പറ്റി അവെയർ ആയതുകൊണ്ടാണ് വൺ ഹെൽത്തിൽ നമ്മളൊരു പ്രയോറിറ്റി എടുത്ത് ഈ 4 ഡിസ്ട്രിക്ട്സിലാണ് വൺ ഹെൽത്ത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. മാം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലായത് വൈറസുകൾക്ക് ജനിതക വ്യതിയാനം വരും, അതിന് നിരവധി വേരിയൻറ്റുകൾ ഉണ്ടാവാം. ഈ വേരിയൻറ്റുകൾ പലതും ആദ്യം വന്നതിനേക്കാൾ പ്രഹരശേഷിയോടെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഇപ്പോൾ വൈറസുകൾ ഇത്തരത്തിൽ ജനിതക വ്യതിയാനം വരുത്തി തിരിച്ചെത്തും
എന്നുള്ളത്. ഡോക്ടറെ, അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സിസ്റ്റം എത്രത്തോളം ജാഗ്രതയോടെ ഒരു നിരീക്ഷണം, ഈ ജനിതക വ്യതിയാനം നമുക്ക് എല്ലാ വർഷവും അറിയാമല്ലോ, എല്ലാ സീസണിലും ഈ അറ്റാക്സ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഡെങ്കിയുടെ കാര്യത്തിലും പല വേരിയൻറ്റുകളുണ്ടല്ലോ. ഒരിക്കൽ ഡെങ്കി വരുന്ന ആളുകൾക്ക് വീണ്ടും വരുന്നത് വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനിതക വ്യതിയാനങ്ങളെ നമ്മുടെ സിസ്റ്റം എത്രത്തോളം ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുണ്ട്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഗൗരവത്തോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. കാരണം ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ഇങ്ങനത്തെ വ്യതിയാനങ്ങളെയും വേരിയൻസിനെയൊക്കെ കണ്ടുപിടിക്കാനുള്ള ജീനോടൈപ്പിംഗ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസിങ് അതിപ്പം ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു ടെക്നോളജി വൈസ്. ഇപ്പം പണ്ട് സാങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാപ്പിലറി സീക്വൻസിങ് എന്നുള്ള ടെക്നോളജി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്, ഹോൾ ജീനോം സീക്വൻസിങ്, ഇങ്ങനത്തെ ഇതൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കിപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഉണ്ട്, അതേപോലെ തന്നെ VRDLകളുണ്ട്. ഇവിടെയൊക്കെ ഡയഗ്നോസ്റ്റിക്കും റിസർച്ചും കൂടിയുള്ള സെറ്റപ്പുകളാണ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഈ ഇങ്ങനത്തെ സെറ്റപ്പുകൾ വെച്ച് കൂടുതൽ റിസർച്ചുകൾ, കൂടുതൽ സാമ്പിളുകൾ നമ്മൾ ജീനോടൈപ്പിംഗ് ചെയ്യുക, ആ ഡേറ്റ കൃത്യമായി അനലൈസ് ചെയ്യുക, അത് സർവേലൻസിന് വേണ്ടി ഉള്ള ആരൊക്കെയാണോ ഈ നെറ്റ്വർക്കിലുള്ളത് അവരായിട്ട് ഷെയർ ചെയ്യുക. എന്നിട്ട് ഈ ഡേറ്റയിൽ നിന്ന് എന്താണോ നമ്മൾ പഠിക്കുന്നത് അത് ഓൺ ദ ഫീൽഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ഈ ഒരു വേരിയൻസിൽ നിന്നും അതേപോലെ ഈ വൈറൽ റിസർച്ചിൽ നിന്നൊക്കെ പ്രാക്ടിക്കലി ചെയ്യാനുള്ളത്. പിന്നെ മറ്റൊന്ന് ചെയ്യാനുള്ളത്, വേരിയൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ നമുക്ക് വാക്സിൻ റിസർച്ചിന് വളരെ ഒരു മുതൽക്കൂട്ടാവും. അതുമല്ല, പിന്നെ ഇന്നിപ്പോൾ വൈറസുകൾക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ, അതായത് രോഗനിർണയം ചെയ്യാൻ ഒരുപാട് PCR ലാബുകളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പിൾ അവിടെ എത്തുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റുകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അഫോർഡബിൾ ആയിട്ട് മറ്റൊരു പാൻഡമിക്കൊക്കെ വരുമ്പോൾ ഒപ്റ്റിമൈസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള റിസർച്ചുകൾ പാരലലായിട്ട് നടക്കണം. അതിലേക്ക് എത്തുന്ന ബേസിക് സയൻസ് റിസർച്ചുകൾ ഫണ്ട് ചെയ്യപ്പെടണം. ഇതെല്ലാം ഈ റിസർച്ച് പാരലലായി പോയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ടെക്നോളജി പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാതെ നമുക്ക് അഫോർഡബിളായിട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ഗവൺമെൻറ്റുകൾ ഒരുപാട് സ്കീമുകളും ഫണ്ടിങ് ഏജൻസികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം, നല്ല റിസർച്ചുകൾ ചെയ്യണം. ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സർ, മാം ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം എല്ലാ ജില്ലകളിലെയും മെഡിക്കൽ കോളേജുകളിൽ ഭൂരിഭാഗവും ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമുക്ക് ഡോക്ടറെ ഇപ്പോൾ ഈ പറഞ്ഞ PCR ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ കോവിഡ് വന്നതിന് ശേഷം അത് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ മെഡിക്കൽ കോളേജുകളുടെ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചും കൂടി സജ്ജമാക്കേണ്ടതുണ്ടോ, സോ ദാറ്റ് പ്രാദേശികമായ ആശുപത്രികൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ലാബ് സർവൈലൻസ് സിസ്റ്റങ്ങൾ കുറച്ചുകൂടി മാറേണ്ടത്, അത്തരത്തിൽ പൊതുജനാരോഗ്യ കാര്യങ്ങളിൽ വരുത്തേണ്ട നയപരമായ മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ ഭാവിയെക്കുറിച്ച് സർ പ്രതീക്ഷിക്കുന്ന സാറിൻ്റെ ഒരു വീക്ഷണം എങ്ങനെയാണ്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഡോക്ടർ അരവിന്ദുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടെയാണെങ്കിൽ തിരുവനന്തപുരത്തും കോട്ടയത്തും മാത്രമേ ഇൻഫെക്ഷ്യസ് ഡിസീസസിന് പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ അത് കുറവ് ആണ്. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അല്ലെങ്കിൽ മെഡിസിൻ്റെ ഒരു കൂടെയുള്ള ഒരു ഭാഗമായിട്ടാണ് അവരിപ്പോഴും കണക്കാക്കുന്നത്. പക്ഷേ അതേ സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, അതിൻ്റെ അപ്പുറത്തുള്ളത് എല്ലാം ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം തന്നെ രോഗം ചികിത്സിക്കുന്ന മേഖലകളാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ ഇത് രണ്ടും വരുന്നുണ്ട്, നമുക്ക് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഞാൻ ഡോക്ടറോടുള്ള എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, ഞങ്ങളെല്ലാം ഈ ഒരു ശ്രേണിയിലുള്ള ലോ കാസ്റ്റ് ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ത്രെറ്റ്. അപ്പോൾ തിരിച്ച് പറഞ്ഞാൽ ഓഫ് കോഴ്സ് 1/3 ആളുകൾ മരിക്കുന്നത്
ഹാർട്ട് ഡിസീസ് കൊണ്ടാണ്, അതുകൊണ്ട് അതല്ലേ പ്രധാനം എന്ന് ചോദിച്ചാൽ അതും ഒരു ശരിയാണ്. പക്ഷേ ഇതുപോലെ പെട്ടെന്ന് ഉള്ള ഒരു എപ്പിഡമിക് പോലെ വരുന്ന ഒരു സാധനമല്ലല്ലോ അത്. അതുകൊണ്ട് ഇനിയുള്ള ലോകത്ത് ഈ ഒരു ത്രെറ്റ് നിലനിൽക്കുന്നിടത്തോളം തീർച്ചയായിട്ടും ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, അവരുടെ സേവനങ്ങൾ ഇതുപോലെ നേരത്തെ ജ്യോതി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, മോളിക്കുലർ ഡയഗ്നോസിസ്, അതിൻ്റെ ജനറ്റിക് ടൈപ്പിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റി, അതൊക്കെ ഉണ്ടായാൽ നമുക്ക് അതിൻ്റെ എക്യുപ്മെൻ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻസും അത് ശരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാരും എല്ലാം നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. നേരത്തെ ഡോക്ടർ അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പ്രോട്ടോക്കോൾ, ഇപ്പോൾ നിപ്പ വന്ന സമയത്ത് നമുക്ക് വേറെ പ്രോട്ടോക്കോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്ട്രെങ്ത്താണ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ സായിപ്പിനെ ആശ്രയിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ അതിൻ്റെ പരിസ്ഥിതികൾ വേറെയാണ്. അതുകൊണ്ട് അവരുടെ ഐഡിയാസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള SOPകളും എല്ലാം നമ്മൾ തന്നെ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയിരിക്കണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ വിഭാഗം എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സർ. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. എൻ്റെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അലോപ്പതിക് മെഡിസിനെ ആണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. പക്ഷേ മറ്റ് സിസ്റ്റങ്ങൾ, ആയുർവേദം, യുനാനി അല്ലെങ്കിൽ ഹോമിയോപ്പതി, ഇതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല. അലോപ്പതിക് മേഖല കുറേയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്രമാദിത്വത്തിൻ്റെ ഒരു ലോകത്ത് വിഹരിച്ചിരുന്ന ഈ അലോപ്പതിക് മെഡിസിനെ കിട്ടിയ ഒരു കിഴുക്കല്ലേ അതായത് കോവിഡിൻ്റെ വാക്സിനേഷൻ എത്രമാത്രം വിജയമായി, അതിനെ സംബന്ധിച്ച് സത്യത്തിൽ ഉള്ളു തുറന്ന് അലോപ്പതിക് മെഡിസിന് എന്താണ് ഒരു വിശദീകരണം നൽകാൻ കഴിയുന്നതാണ് എന്നതാണ് എൻ്റെ വിനീതമായ ചോദ്യം. കോവിഡ് വാക്സിനേഷൻ പൊതുവേ ഫലപ്രദമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ അസസ്മെൻ്റ്. ഒരു പബ്ലിക് ഹെൽത്ത് പ്രാക്ടീഷണർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഡാറ്റയും അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസും കണ്ടിട്ട് അത് ഫലപ്രദമല്ല എന്ന്, ഒരു വാക്സിനും 100% ഫലപ്രദമല്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് വരാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ, വയോജനങ്ങൾ, അങ്ങനെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ അത് ഒരുപാട് വലിയ വിജയം കൈവരിച്ചു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ മറ്റ് സിസ്റ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ അതിനെക്കുറിച്ച് വിവരമില്ല. ഇപ്പം വൈറസ് എന്നുള്ളൊരു സങ്കല്പം തന്നെ ആയുർവേദത്തിലും ഹോമിയോയിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവിൽ അതില്ല. ഇല്ലാത്ത സാധനം ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിന് പ്രതിരോധങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാത്തടത്ത് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. 50% പോലും വിജയമില്ലാതെ താങ്കൾ എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആ തർക്കം നമുക്ക് പിന്നീട് ഒരു അവസരത്തിലേക്ക് മാറ്റി വയ്ക്കാം. മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് വേഴ്സ് ബെനിഫിറ്റ് അപ്രോച്ചാണ്. ഇപ്പം ഈ കോവിഡ് നമ്മൾ പ്രഗ്നൻസിയിൽ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കേരളത്തിൽ പ്രഗ്നൻസി ആദ്യം എക്സ്ക്ലൂഡ് ചെയ്ത ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മീൻസ് എൽഡർലി കൊടുത്തു, ഇമ്മ്യൂണോ കോംപ്രമൈസിന് കൊടുത്തു. എന്നിട്ട് ഈ പ്രഗ്നൻസിയിൽ 90 പ്രഗ്നൻറ്റ് ലേഡീസ് കേരളത്തിൽ തന്നെ മരിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഡെൽറ്റ വേവിൻ്റെ സമയത്ത്. അപ്പം ഗൈനക്കോളജി അസോസിയേഷൻസ് ഒക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ആക്ച്വലി ഈ പ്രഗ്നൻസിക്ക് അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തത്. വാക്സിനേഷൻ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന പോലെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ 90 പ്രഗ്നൻറ്റ് ലേഡീസാണ് മരിച്ചത്. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ നോക്കുമ്പോൾ നമുക്ക് എല്ലാ വാക്സിനും മോഡേൺ മെഡിസിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്ത് മോളിക്യൂൾ ഉപയോഗിച്ചാലും അതിന് ഒരു ബെനിഫിറ്റും ഉണ്ട്, ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഉണ്ട്. നമുക്കത് അറിയാമെന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ്റെ ഒരു ഇത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം പേർക്ക് ഒരാൾക്ക് GBS വരാൻ പറ്റും. കോവിഡ് വാക്സിൻ വരുമ്പോൾ അപ്പോൾ അതൊരു പുതിയ വാക്സിൻ ആകുമ്പോൾ നമ്മളത് ആക്ച്വലി പഠിക്കേണ്ടി വരും എത്ര വരും എന്നുള്ളത്. അതൊക്കെ ഡേറ്റാ ബേസും ഉണ്ട്. അപ്പോൾ അന്നത്തെ ഡേറ്റ അനുസരിച്ചിട്ട് 1.5 ലക്ഷം പേർക്ക് വാക്സിൻ കൊടുക്കുമ്പോൾ ആക്ച്വലി ഒരാൾക്ക് ഈ വീനസ് സൈനസ് ത്രോംബോസിസ് വരാവുന്ന ഡേറ്റ ഉണ്ട് ഈ ആസ്ട്രാസെനക്ക വാക്സിന്. അപ്പോൾ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു വർഷം 4 ലക്ഷം പ്രഗ്നൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി 90 പേര് മരിച്ചു കഴിഞ്ഞു ഡെൽറ്റ വേവ് കാരണം. അപ്പോൾ 4 ലക്ഷം പ്രഗ്നൻസിയിൽ ഈ വാക്സിൻ കൊണ്ടുണ്ടാവാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ഈ പറയുന്ന പോലെ ഒരു 3 പേർക്ക് വീനസ് സൈനസ് ത്രോംബോസിസ് വന്ന് മരിക്കും. ഓക്കെ, വാക്സിൻ കൊടുത്തില്ലെങ്കിൽ എത്ര പേരാണ് ഇപ്പം മരിച്ചിരിക്കുന്നത്? 90 പേര്. അപ്പം 3 വേഴ്സസ് 90. മോഡേൺ മെഡിസിൻ്റെ കോൺസെപ്റ്റ് അതാണ്.
പിന്നെ അപ്പോൾ ഈ 3 പേരിൽ ഒരാൾ മരിച്ചില്ലേ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം കൊടുത്തില്ലെങ്കിൽ 90 പേര് മരിക്കും. അത് നമുക്ക് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കലി മനസ്സിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വാക്സിൻ പരാജയമല്ലേ എന്ന് ചോദിക്കുന്നത്. ഒരു ഹെൽത്തി അഡൽട്ടിന് ഈ വാക്സിൻ കൊണ്ട് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു എൽഡർലി പോപ്പുലേഷൻ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ, ഇവർക്കൊക്കെ പ്രഗ്നൻസി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്, അവർക്ക് കോവിഡ് വാക്സിൻ ഒരു ബൂൺ തന്നെയാണെന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പം അടുത്ത ഈ 5 വർഷത്തിലെ ഗാവി, അതായത് ഈ ഗ്ലോബൽ അലിയൻസ് ഫോർ വാക്സിനേഷൻ, അവർ പറയുന്നത് കഴിഞ്ഞ 25 വർഷം കൊണ്ട് വാക്സിനേഷൻ സേവ് ചെയ്തിരിക്കുന്ന ചിൽഡ്രൻ ഇൻ ആഫ്രിക്കൻ കൺട്രീസ് ആക്ച്വലി അറൗണ്ട് 3 crore ചിൽഡ്രനാണ് അവർ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത 5 വർഷത്തിലും അവർക്ക് ഇത്രത്തോളം സേവ് ചെയ്യണമെങ്കിൽ ഫണ്ടിങ് വേണം. ഈ ഗാവിയുടെ മേജർ ഫണ്ടർ എന്ന് പറയുന്നത് US ആണ്. അപ്പോൾ ഇതൊരു ചലഞ്ചാണ്. വാക്സിനേഷനാണ്. ഇപ്പോൾ നമ്മളൊരു 100 വർഷം മുമ്പ് കേരളത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി 42 ആയിരുന്നു. ഇപ്പോൾ അത് 77 ആണ്. ഇത്രയും ഒരു ഡബിൾ ആവാനുള്ള റീസൺ 3 കാര്യങ്ങൾ മാത്രമാണ്. വൺ ഈസ് ആക്ച്വലി പബ്ലിക് ഹെൽത്ത്, ദറ്റ് ഈസ് സേഫ് വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീൻ. സെക്കൻഡ് വാക്സിനേഷനാണ്. മൂന്നാമത്തെ അഡ്വെൻറ്റ് ഓഫ് ആൻറ്റി മൈക്രോബിയൽസ്, ആൻറ്റിബയോട്ടിക്സ്. അത് മറന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം അതിന് മുന്നേ നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള സിസ്റ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി 40 കുറവായിരുന്നു. ഡോക്ടർ രാമൻകുട്ടി, ഡോക്ടർ അരവിന്ദ്, ഡോക്ടർ ജ്യോതി, വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.